റെറ്റിനോൾ യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ? റെറ്റിനോൾ യൂസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ടെൻഡൻസിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോഴേക്കും ഫെയർ ആകുന്നു എന്നൊക്കെ ചിലർക്കൊരു മിത്ത് ഉണ്ട് കേട്ടോ. റെറ്റിനോൾ യൂസ് ചെയ്യുന്നവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ബാക്കിയുള്ള വൈറ്റമിൻ സി, സാലിസിലിക് ആസിഡ്, നിയാസിനമൈഡ്, ഹൈഡ്രോണിക് ആസിഡ് ഇങ്ങനെ ഒരുപാട് റേഞ്ച് ഓഫ് സിറംസ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. അപ്പം അതിൽ നിന്നും ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ളതും ഹൈ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഒരു സിറമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. റെറ്റിനോൾ നമ്മുടെ ആന്റി ഏജിങ്ങിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്രഗ്നൻസി അല്ലെങ്കിൽ ലാക്ടേഷൻ ഈ ഒരു ടൈമിൽ ഒരിക്കലും റെറ്റിനോൾ കൺസിഡർ ചെയ്യരുത് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ. രണ്ടെന്ന് പറയുന്നത് ഡേ ടൈമിൽ ഒരിക്കലും പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് അല്ല റെറ്റിനോൾ. റെറ്റിനോൾ എപ്പോഴും നൈറ്റിലായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. മൂന്നെന്ന് പറയുന്നത് ഒരു ഡോക്ടറിന്റെ ഗൈഡൻസിലാണ് എപ്പോഴും റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം അതിന് കോൺസെൻട്രേഷൻ ഉണ്ട്, 0.125 അങ്ങനെ കോൺസെൻട്രേഷൻ ഉണ്ട്. പിന്നെന്ന് പറയുന്നത് റെറ്റിനോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ബേണിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആകുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഏറ്റവും ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സാൻഡ്വിച്ച് ടെക്നിക് എന്ന് പറയും. ഇത് നിങ്ങൾ റെറ്റിനോൾ ഒരു മോയ്സ്ചറൈസർ ആയിട്ട് ലെയർ ചെയ്യാം. അത് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഫസ്റ്റോ റെറ്റിനോൾ സെക്കൻഡുമായിട്ടും ലെയർ ചെയ്യാം. അല്ലെങ്കിൽ റെറ്റിനോൾ അപ്ലൈ ചെയ്ത് ഫ്യൂ സെക്കൻഡിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അങ്ങനെ വേണം സാൻഡ്വിച്ച് ടെക്നിക് വഴി നിങ്ങൾക്ക് റെറ്റിനോൾ ലെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. റെറ്റിനോൾ യൂസ് ചെയ്തിട്ട് അതൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നുമായിട്ട് സ്യൂട്ട് ചെയ്യാത്തവരെ ഉണ്ടെങ്കിൽ ഒന്നും നമുക്ക് DM ചെയ്തേക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഓൾട്ടർനേറ്റ് പ്രൊസീജറും റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാം. താങ്ക് യു.